കേരള കോൺഗ്രസിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഉടലെടുത്തിരിക്കുന്നു. മാണിയുടെ രാജി അസന്ദിഗ്ധമായി ഒരു വിഭാഗം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ മാണിയുടെ രാജിയെ ചൊല്ലി കേരള കോൺഗ്രസിൽ ഒരു വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി നിലവിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം സംജാതമായിരിക്കുന്നു. അത്തരത്തിലാണ് നിലവിൽ വിജിലൻസ് കോടതി വിധിയെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി സർക്കാരിന് നിലവിൽ വലിയ തിരിച്ചടി കൂടി നൽകിയിരിക്കുന്നത്. ന്യൂസ് റൂമിൽ ഞങ്ങളുടെ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളൊപ്പം ന്യൂസ് റൂമിൽ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ 17 മന്ത്രിമാർ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര പ്രത്യക്ഷമായി രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറയുന്ന തരത്തിൽ കോടതി വിധി ഉണ്ടായിട്ടും ആ സ്ഥാനത്ത് കൃത്യമായി തുടരുന്ന ഒരു മന്ത്രി നിലവിൽ മാണിയാണ്. മാണിയെ തുടർന്നാണ് കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ ഇത്രത്തോളം പൊട്ടിത്തെറി നിലവിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പ്രത്യേകമായ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഒരുപക്ഷെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആലോചിച്ചു പോകുന്ന ഒരവസ്ഥയാണ് മാണിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം മാണി ഈ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ കൊണ്ടാടപ്പെട്ടത് വലിയ വലിയ റെക്കോർഡുകളുടെ ഉടമയെന്ന നിലയ്ക്കാണ്. ഏറ്റവും അധികം ഒരൊറ്റ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചയാൾ, 50 വർഷത്തോളം മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നയാൾ. ഈ നിലയ്ക്ക് അദ്ദേഹത്തിന് ഇല്ലാത്ത റെക്കോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു MLA സ്ഥാനം കൊണ്ടാണ് ഇതെല്ലാം അദ്ദേഹം നേടിയത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. പല ഘട്ടങ്ങളിലായി ഈ സന്നിഗ്ധതകൾ വന്നപ്പോൾ അപ്പോഴൊക്കെ മാനിപ്പുലേറ്റീവ് ഗെയിംസിലൂടെ അല്ലെങ്കിൽ ഈ കൗശലം പ്രയോഗിച്ച്, അദ്ദേഹം നിയമം അറിയുന്ന ആൾ കൂടിയാണ്, നിയമമന്ത്രിയുമാണ്, കൗശലം പ്രയോഗിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഉമ്മൻചാണ്ടിയുടെ ശ്രമത്തെ പിന്തുണയ്ക്കേണ്ടി വന്നു മാണിക്ക്. അങ്ങനെ വന്ന് നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് KM മാണി എത്തുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ഇതിനു മുമ്പ് രാജിവെച്ചിട്ടുള്ള 17 പേർക്കും സംഭവിക്കാത്ത ഒരു അവമതിയോടെയാണ് KM മാണി പുറത്തേക്ക് പോകുന്നതെന്ന് ആലോചിക്കുക. ഇനി അതിന് സമയത്തിൻ്റെ പ്രശ്നമല്ലാതെ മാറ്റിവെക്കാൻ KM മാണി വിചാരിച്ചാൽ പോലും കഴിയാത്ത വണ്ണം കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ആലോചിക്കേണ്ടത് KM മാണിയെക്കുറിച്ചല്ല. കാര്യം KM മാണി രാജിവെച്ച് സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് റദ്ദാക്കുന്നത്. അരുൺ, മറ്റൊരു വഴിയും KM മാണിക്ക് ഇനിയില്ല. അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി അദ്ദേഹം ഇതുവരെ കടിച്ചു തൂങ്ങി നിന്നത് എന്നുകൂടി ഒരർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാന നഗരി എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നുകൂടി അറിയേണ്ടതിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നുണ്ട്. നിലവിൽ ദിനകർ, സുധീരൻ ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാണി രാജിവെക്കണം, കാര്യങ്ങൾ അത്രത്തോളം വഷളായിരിക്കുന്നു എന്ന്. അക്കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം നിലവിൽ തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായി ബോൾ ആരുടെ കോർട്ടിലാണുള്ളത്? കാരണം UDF ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്ത് ചർച്ചകളാണ് നിലവിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്? VM സുധീരനുമായി അദ്ദേഹം ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സുധീരൻ നേരത്തെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവെങ്കിലും അദ്ദേഹം കായംകുളത്തിറങ്ങി കൊച്ചിയിലേക്ക് വീണ്ടും തിരികെ പോകും. KM മാണിയുമായി അദ്ദേഹം ചർച്ച നടത്തും. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ VM സുധീരനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം അല്പസമയത്തിനകം കായംകുളത്തിറങ്ങി വീണ്ടും തിരികെ കൊച്ചിയിലേക്ക് പോകും. മാണിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാണിയുടെ മാണി രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധീരൻ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി മാണിയുടെ രാജി ആവശ്യപ്പെടണം, അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ള നിലപാടിലേക്ക് VM സുധീരൻ എത്തിച്ചേർന്നു. അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല, KM മാണിയുടെ രാജി ആവശ്യപ്പെടണം എന്നുള്ള നിലയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടിയും എത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിരന്തരം ടെലിഫോണിൽ VM സുധീരനുമായും രമേശ് ചെന്നിത്തലയുമായും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയുമായും മറ്റ് ഘടകകക്ഷി നേതാക്കളുമായും ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം മുഖ്യമന്ത്രി ഹൈക്കമാൻഡുമായും ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡിന്റെ നിലപാടും മാണി രാജിവെക്കണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി AK ആന്റണിയുമായി ടെലിഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. AK ആന്റണി എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ കൂടിയും മാണി രാജിവെക്കണം എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ KM മാണിയുടെ അഭിപ്രായം കൂടി തേടണം എന്ന ഒരു കാര്യം അദ്ദേഹം ആന്റണി മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും
മാണിയുടെ രാജി ആവശ്യപ്പെടണം അല്ലെങ്കിൽ രാജി വെക്കണം എന്നുള്ള നിലയിലേക്കാണ് AK ആന്റണിയുടെയും നിലപാട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ ക്ലിഫ് ഹൗസിലാണ് ഉള്ളത്. അല്പസമയത്തിനകം ഒരുപക്ഷെ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേർന്നേക്കാം. തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ടെലിഫോൺ വഴിയാണ് ഇവർ പരസ്പരം ബന്ധപ്പെടുകയും കാര്യങ്ങൾ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും KM മാണിയുമായി VM സുധീരൻ ചർച്ച നടത്തും. അതോടുകൂടി ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. KM മാണി ഒരു AGയുമായും ഒപ്പം മുതിർന്ന അഭിഭാഷകരുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും സുധീരനുമായി കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒരുപക്ഷെ ഇന്ന് തന്നെ KM മാണി രാജിവെക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്നാൽ ഏത് രാജി വെച്ചാൽ പോലും അത് എങ്ങനെയാവും, സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയ വ്യക്തത കൈവന്നിട്ടില്ല. അക്കാര്യമാണ് ഇപ്പോൾ KM മാണിയും അക്കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സുധീരനും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുന്നത്. KM മാണി ഒന്നടങ്കം സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണ് എങ്കിൽ അത്തരത്തിലൊരു നിലപാടാണ് KM മാണി സ്വീകരിക്കുന്നത് എങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്നത്, ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്തായാലും തലസ്ഥാന നഗരിയിലും ഒപ്പം UDFിലും കോൺഗ്രസിലും പിരിമുറുക്കത്തിന്റേതായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഒരർത്ഥത്തിൽ സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ദിനകർ സൂചിപ്പിച്ചതുപോലെ തന്നെ VM സുധീരൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിരുന്നു. ജനങ്ങളുടെ മനസാക്ഷിയിലാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ കോർട്ടിലാണ് ഇക്കാര്യം തീരുമാനിക്കപ്പെടുക എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു, അതിന്റെ ഫലം വന്നു. സ്വാഭാവികമായും സുധീരന് ഇനി മിണ്ടാതിരിക്കാനാവില്ല. ഈ ഏറ്റവും പുതിയ കോടതി വിധിയുടെ പുതിയ സാഹചര്യത്തിൽ കൂടി ലീഗ് കൃത്യമായ അഭിപ്രായം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ AK ആന്റണി പറഞ്ഞത് അദ്ദേഹം മനസാക്ഷി അനുസരിച്ച് ചെയ്യട്ടെ എന്നാണ്. നിലവിൽ കോടതിയും അതേ സാഹചര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. നിലവിൽ നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതായത് നേരത്തെ I ഗ്രൂപ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ നിലവിൽ അങ്ങനെയല്ല സാഹചര്യം എന്ന സവിശേഷ രീതിയിൽ കൂടി എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായും അരുൺ, UDF നേതൃത്വം വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അങ്കലാപ്പിൽ അകപ്പെട്ടിരിക്കുന്നു. കാരണം KM മാണിയുടെ രാജി ആവശ്യപ്പെട്ടാൽ മാണി ഗ്രൂപ്പ് ഒന്നടങ്കം, അതായത് PC ജോർജിനെ മാറ്റി നിർത്തിയാൽ 8 MLA-മാരുടെ പിന്തുണയാണ് സർക്കാരിന് കേരള കോൺഗ്രസ് നൽകുന്നത്. 8 MLA-മാർ കൂടി പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ, അതോ ജോസഫ് ഗ്രൂപ്പ് മാത്രം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതല്ല, KM മാണിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് MLA-മാർ രംഗത്തെത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ചാ വിഷയമാണ്. അത്തരം ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കേരള കോൺഗ്രസ് MLA നേതാക്കൾ പരസ്പരം സജീവ ചർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ KM മാണി MLA-മാരോട് കൊച്ചിയിലേക്ക് എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അവരെ കൂടി കണ്ട ശേഷം മാത്രമായിരിക്കും KM മാണി തന്റെ നിലപാട് വ്യക്തമാക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അതോടൊപ്പം VM സുധീരനുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും KM മാണി തന്റെ നിലപാട് വ്യക്തമാക്കുക എന്ന് പറയുന്നു. അതിനുവേണ്ടിയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മുഖ്യമന്ത്രിയുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ തീരുമാനം ആയാൽ ഉടൻ മാധ്യമപ്രവർത്തകരെ അറിയിക്കും എന്നത് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഒന്നും വിട്ടുപറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. അരുൺ, UDF ചെയർമാനായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് കൂടിയാണ് നിലവിൽ രാഷ്ട്രീയ കേരളം സാഗൂതം കാത്തിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. മാണി, ധനമന്ത്രി ശ്രീ KM മാണി അദ്ദേഹം കൊച്ചിയിലാണ് ഉള്ളത് എന്നാണ് സാലി അറിയാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം എവിടെയാണെന്ന് കൃത്യമായി അറിയുന്നുമില്ല. പക്ഷേ വളരെ സജീവമായി ടെലിഫോൺ ലൈനിൽ അദ്ദേഹം മറ്റു നേതാക്കളുമായി, പാർട്ടിയിലെ തന്നെ നേതാക്കളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് നിലവിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നീക്കം, മാണിയുടെ പദ്ധതി? KM മാണി കൊച്ചിയിലുണ്ട്. രാവിലെ പാലായിൽ നിന്ന് അദ്ദേഹം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മുഴുവൻ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹത്തിന് വരാൻ സാധ്യതയുള്ള 2 ഇടങ്ങളാണ്. ടെലിഫോൺ ലൈൻ കട്ടായി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഭാസുരേന്ദ്ര ബാബു, ഇവിടെ മറ്റൊരു കാര്യം, മാണിയുടെ രാജി വളരെ സജീവമായി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇനി അദ്ദേഹത്തെ പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും സംരക്ഷിക്കാനാവില്ല, അനുകൂലിക്കാനാവില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും മാണി രാജിവെച്ച് മന്ത്രിസഭ താഴേക്ക് പോകുന്ന ഒരു സവിശേഷമായ സാഹചര്യം, അതുയർത്തി ഭീഷണിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തൽക്കാലം നിയമവകുപ്പ് മാത്രം ഒഴിയുക എന്ന ഒരു ലളിതമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് താങ്കൾ കാണുന്നത് രാജി എന്നതിന്റെ വ്യാഖ്യാനത്തെ? രാജി എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു എന്ന സാഹചര്യം നാം അംഗീകരിക്കണം അരുൺ. അത് മാറ്റിവെക്കാനാവില്ല. എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം രാജിവെക്കുകയും മന്ത്രി അല്ലാതായി തീരുകയും ചെയ്യും.
മന്ത്രിയല്ലാത്ത മാണി രാജിവെച്ച KM മാണി അദ്ദേഹത്തിന് തന്നെ പാർലമെന്ററി പാർട്ടിയിൽ ശക്തനായ ഒരു നേതാവായിരിക്കില്ല. അതുകൊണ്ട് തന്നെ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് പിന്തുണ പിൻവലിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമാണ്. അത്തരമൊരു സാഹചര്യത്തെ ബെറ്റ് ചെയ്യാൻ മാണിക്കിനി കഴിയില്ല. മാണി അത്ര ശക്തനായ ഒരു നേതാവല്ല ഇപ്പോൾ. ഭാസ്കരേന്ദ്ര ബാബു, നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത് അതായത് നിലവിൽ നിയമവകുപ്പ് മാത്രം ഒഴിയുക എന്ന ഉപദേശം മുഖ്യമന്ത്രി ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു നേരത്തെ ആയിരുന്നുവെങ്കിൽ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനി രാജി എന്ന പോംവഴി മാത്രം. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിൽ മാണിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട്. അതാരാകും? അതിനുള്ള സാധ്യത എങ്ങനെയാണ്? കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് എങ്ങനെയാണ് പുരോഗമിക്കുക? ഇവിടെ രാജിവെച്ചാൽ ധനമന്ത്രി KM മാണിയുടെ ഈ 50 വർഷക്കാലം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ഒരർത്ഥത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തിരശീല വീഴുകയും ചെയ്യും. അത് വളരെ നന്നായി അറിയാവുന്ന ാണ് KM മാണി ഇതുവരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ ഉടുമ്പിനെ പോലെ കടിച്ചു തൂങ്ങി ഇരുന്നതും. എങ്ങനെയാവും ഇനി കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ഒപ്പം ധനമന്ത്രി KM മാണി? പുതിയൊരു പ്രച്ഛന്ന വേഷത്തിൽ നിയമവകുപ്പ് മാത്രം ഒഴിഞ്ഞുകൊണ്ട് പണ്ട് വിജിലൻസ് ഒഴിഞ്ഞ് ഉമ്മൻചാണ്ടി കളിച്ച കളിയുണ്ടല്ലോ, അതെ, ആ കളിക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം കൃത്യമായും കോടതി വിധിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം, പ്രതി അധികാരത്തിലിരുന്നു കൊണ്ട് ഇരിക്കുന്നത് സാധാരണക്കാർക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണെന്നൊരു വാചകമുണ്ട് അരുൺ. അതെ, ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരം പ്രച്ഛന്ന വേഷ കളികളൊന്നും സാധ്യമേ അല്ല. അപ്പോൾ അതങ്ങ് ഒഴിവാക്കുക. ഇവിടെ പ്രശ്നം UDF ഇങ്ങനെ നിലനിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ? ഇപ്പം ഹൈക്കമാൻഡിൻ്റെ പിടി ആരുടെ കയ്യിലാണ്? അങ്ങനെ ആലോചിച്ചാൽ മതിയല്ലോ. VM സുധീരനാണല്ലോ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ അംഗീകാരം കിട്ടിയിരിക്കുന്നു മാണിയെ രാജി സ്വീകരിക്കാൻ അല്ലെങ്കിൽ മാണിയെ ഒഴിവാക്കാൻ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം ചില എന്താ പറയുക, ഈ കക്ഷിബന്ധങ്ങളിൽ അല്ലെങ്കിൽ അധികാര മാറ്റങ്ങളിൽ ചില സംഭവഗതികൾ ഉണ്ടായിരിക്കുന്നു. VM സുധീരന് കുറെ കൂടി വന്നിരിക്കുന്നു. അത് 11-12 തീയതിയിൽ കുറെ കൂടി നന്നായി വ്യക്തമായി കാണുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സംവിധാനം ഉടച്ചു വാർത്തുകൊണ്ട് തന്നെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ഉടച്ചു വാർക്കലിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ UDF ഉള്ളത്. മറ്റു കക്ഷികൾ തുടരുകയും കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി മാറേണ്ടി വരികയും ചെയ്യുന്ന ആസന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കും KM മാണിയുടെ രാജി ഉളവാക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം. ഇപ്പോൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് തന്നെ വരാം. എന്തായാലും മാണി രാജിവെക്കണം എന്ന നിലപാട് തന്നെയായിരുന്നു ലീഗിന് ഉണ്ടായിരുന്നത്.